ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ ഒരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഒരു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ട് നമ്മുടെ നന്ദു കിടക്കാണ്. തൊട്ടടുത്ത് നയനയുണ്ട് കേട്ടോ. നയന വന്നിട്ട് നന്ദുമോളെ എന്ന് വിളിച്ചപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ചെറുതായിട്ട് കണ്ണ് തുറന്നപ്പോഴത്തേക്കും നയന് ചോദിച്ചു, മോളെ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഒരു നിമിഷം ഞങ്ങളെല്ലാം നീ മറന്നുപോയോ? നിന്നെ സ്നേഹിക്കുന്ന എത്ര പേര് ചുറ്റും ഉണ്ടായിരുന്നു, നീ അതൊക്കെ ആലോചിക്കണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പം നമ്മുടെ നന്ദു കരയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം ഉണ്ട് അവിടെ. ആദർശ് പറഞ്ഞു, ഇത്രയും വിഷമം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്നോട് അതൊന്നും പറയത്തില്ലായിരുന്നോ മോളെ? അത് പിന്നെ അനീനെ കിട്ടാത്ത നിരാശയിലൊന്നും അല്ല ഞാനിത് ചെയ്തത്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അനിയെ കിട്ടാത്തത് കൊണ്ടേ അല്ല, അനിയുടെ ദാമ്പത്തിക ജീവിതം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഞാൻ ജീവിച്ചിരുന്നാല് ചിലപ്പം അനി നല്ല രീതിയിൽ അനാമികയുടെ കൂടെ ജീവിക്കില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവൻ വേണ്ടാന്ന് വെക്കാൻ നോക്കിയത്. ഞാൻ ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി പോവുകയാണെങ്കിൽ അതെല്ലാം നല്ലതാവൂലേ? അതുമല്ല, എൻ്റെ അച്ഛനും അമ്മയും ഇത് അറിഞ്ഞോ? ഇല്ല മോളെ, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാവരും മാറി മാറി വിളിച്ചോണ്ടിരിക്കുക, പക്ഷെ അവളോട് പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പറഞ്ഞു, എൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അനിയുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി ബാക്കിയുള്ളവരെ കരയിക്കാന്നാണോ മോള് വിചാരിച്ചത്? അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഏതായാലും ഇനിയിപ്പം ഈ അവസ്ഥയിൽ കിടക്കുന്ന നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കുറ്റപ്പെടുത്തിയാലൊന്നും ശരിയാവില്ലല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഈ നിൽക്കുന്ന നിന്റെ ചേച്ചിയും എല്ലാവരും ഉൾപ്പെടെ നിന്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ എന്നും നിന്റെ കൂടെ കാണും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സന്തോഷം തന്നെയാ. അത് അത്രയ്ക്ക് സന്തോഷത്തോടു കൂടിയല്ല നമ്മുടെ അനി അത് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ദിവസം അത് ചിലവർക്ക് മാത്രമേ ഉള്ളൂ. കല്യാണ ചെറുക്കിന് പോലും സന്തോഷത്തിലല്ല, ആകെ വിഷമത്തിലാ അനി ഓരോ ദിവസവും ഓരോ നിമിഷവും പെടഞ്ഞ ആ കല്യാണ മണ്ഡപത്തിൽ നിന്നത്. അതൊക്കെ പോട്ടെ, ഇനി മോൾ ഒരിക്കലും ഇതുപോലെ ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. ഡോക്ടറെ കുറച്ച് സമയം നിന്റെ അടുത്ത് നിൽക്കാനുള്ള ഒരു അനുമതി ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് അവർ നേരെ പുറത്തേക്ക് നയനയും കൂട്ടിക്കൊണ്ട് ആദർശം ഇറങ്ങിപ്പോയിട്ടോ. ഇതേ സമയം ഒരു സിസ്റ്റർ അപ്പം തന്നെ വന്നിട്ട് ആ ഓക്സിജൻ മാസ്ക് എടുത്ത് വീണ്ടും നമ്മുടെ നന്ദുവിന് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നന്ദു ഇങ്ങനെ കിടന്ന് എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിനെയാണ് കേട്ടോ. അപ്പം ദേവയാനി മാറി മാറി ആദർശിനെ വിളിക്കുകയാണ്. ആദർശ് എവിടെ പോയെന്ന് അറിയില്ലല്ലോ. അപ്പോഴത്തേക്കുമാണ് ജലജ വന്നത്. ജലജ വന്ന് ചോദിച്ചു, അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഏടത്തി? റിംഗ് ഉണ്ട്, വിളിച്ചിട്ട് എടുക്കുന്നില്ല. എടുക്കത്തില്ല. ഇന്നത്തെ കല്യാണം കണ്ടിട്ട് സഹിക്കാതെ അല്ലേ ഒരുത്തി പോയിരിക്കുന്നത്. അതും ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തിട്ടല്ലേ പോയത്. താലി പൊട്ടി വീണത് അത്രയ്ക്ക് നിസ്സാരമായിട്ട് കാണരുത് ഏട്ടത്തി. ഞാനത് നിസ്സാരമായിട്ട് എടുത്തിട്ടുള്ളൂ ജലജെ. അതെന്തിനാ നിസ്സാരമല്ലാതെ എടുക്കുന്നത്? എല്ലാ കല്യാണങ്ങളും പയ്യന്മാര് താലി മുറുക്കിയാ കിട്ടുന്നത്. അത് താഴെ വീഴാറുമില്ല. എന്നിട്ട് ആ ബന്ധങ്ങളും എല്ലാം നിലനിൽക്കുന്നുണ്ടോ? അതിനൊന്നും ഒരു കാര്യമില്ല ജലജെ. എന്നാൽ ആദർശിന് എന്തു പറ്റിയെന്നാ എനിക്കറിയില്ലാത്തത് ഏടത്തി. അവള് പോയത് പോട്ടെ, പിന്നാലെ അവനും പോകാൻ പാടുണ്ടോ? അവൻ അങ്ങനെ പോകാൻ കൊള്ളുവോ? അവന്റെ പൊന്നാര അനിയനല്ലായിരുന്നോ? അവൻ എന്ത് ഇഷ്ടമായിരുന്നു അനിയനെ. ഇതാ ഞാൻ പറഞ്ഞത്. അവൻ ആദ്യം ഒക്കെ മാറിയിരുന്നു. ഇപ്പം നമ്മുടെ ഭാര്യയുടെ സാരിത്തുമ്പി പിടിച്ചോണ്ട് നടക്കുകയാണ്. അമ്മയുടെ അടുത്ത് നിന്ന് ഒരുപാട് അകന്നിട്ടുണ്ട്. ആദർശിന് ഈ ബന്ധത്തിനോട് വലിയ താല്പര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനും അവന്റെ ഭാര്യനേക്കാൾ വലിയൊരു ബന്ധം അനിക്കുണ്ടാകുന്നതിനോട് എതിർപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ജലജെ, നീ അത് മാത്രം പറയരുത്. അനിയുടെ ജീവിതം ആദർശിന്റെ ജീവിതത്തിനേക്കാൾ നന്നാകണമെന്നാ അവന്റെ ആഗ്രഹം. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് യോഗ്യതയില്ലാത്ത ഒരുത്തി കയറി വന്നില്ലേ, അതോടുകൂടി എല്ലാം തീർന്നു. ഇപ്പൊ അവന്റെ മുന്നിൽ നയന മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രസവിച്ച അമ്മയോ അതുപോലെ അപ്പനോ അങ്ങനെയൊന്നുമില്ല. എന്താണെങ്കിലും ശരി, അവളോടുള്ള എന്റെ സമീപനത്തിന് ഒരു മാറ്റവും വരില്ല. അത് ഇന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും നാളെയും. ഏതായാലും എന്റെ പൊന്നേടത്തി, ആ ഒരു താലി താഴെ വീണില്ലേ, അതോടുകൂടി ആ പെണ്ണിന്റെ അച്ഛന്റെയും അമ്മയുടെയും സമാധാനം പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി. അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, താലി താഴെ വീണെന്നും പറഞ്ഞുകൊണ്ട് അനാമികയുടെ ജീവിതമൊന്നും അതൊന്നും ഫ്ലോപ്പ് ആകാൻ പോകുന്നില്ല. പിന്നെ എല്ലാ മാന്യതയോടും കൂടി തന്നെയല്ലേ അവള് നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ഇതോടും കൂടി അവളെ എല്ലാവരും സ്നേഹിക്കും. അതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. അവള് നല്ലൊരു മരുമകളായിട്ട്, ആ വീടിന്റെ ഐശ്വര്യമായിട്ട്, അനന്തപുരിയിലെ ആദ്യത്തെ മരുമകളായിട്ട് തന്നെ നമ്മൾ അവളെ വാഴിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേവയാനി ഭയങ്കര വെള്ളപ്പൊക്കെ ഇട്ട് പൊക്കാണ് കേട്ടോ നമ്മുടെ അനാമികനെ.
എന്നിട്ട് ലാസ്റ്റ് ദേവയാനി പറയുന്നുണ്ട്, അവളെ നമ്മുടെ വീടിന്റെ ഭാഗ്യമായി മാറാൻ പോവുകയാണ്, എനിക്ക് ആ കുട്ടീനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന്. ഇത് കേട്ടിട്ട് ജലജയ്ക്ക് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, ഇല്ലെങ്കിൽ ജലജ അതും ഇതും തിരികെ കയറ്റാൻ ശ്രമിക്കൂലോ. അപ്പൊ ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികേനെയാണ് കേട്ടോ. അപ്പൊ അനാമിക ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ജാനകി വരുമ്പോഴത്തേക്കും അനാമിക പറയുക, അതെ അമ്മ ഇങ്ങോട്ടേക്ക് നിൽക്ക്, നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. ഒത്തിരി എടുത്തു മോനെ, അതും മോളെ അത് മതി, ഇനിയിപ്പം വേണ്ട, ഇനിയിപ്പം നമുക്ക് പിന്നെ എടുക്കാമല്ലോ, മോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അനി പറഞ്ഞത്, അമ്മ പറഞ്ഞതാ ശരി, എന്തിനാ വെറുതെ ഇങ്ങനെ കുറെ ഫോട്ടോ എടുക്കണത്, കുറെ നേരം ആയില്ലേ എടുത്തിട്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ജാനകി അനിയോട് പറയുന്നത്, അല്ല നിനക്ക് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ, നീ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന നിന്റെ ചേട്ടൻ എവിടെ പോയി, വിവാഹ സമയത്ത് അവനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമിക പറഞ്ഞു, ഒരു ചേട്ടൻ മാത്രമല്ല ഒരു ഏടത്തി ഉണ്ടായിരുന്നല്ലോ, എന്തിനും ഏതിനും എന്തെങ്കിലും പറയുമ്പോൾ തേനൊലിക്കുന്ന ഒരു ഏടത്തി, ആ ഏടത്തിനെയും വിവാഹ സമയത്ത് കണ്ടില്ലല്ലോ. അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, പോകുന്നതിന് മുമ്പ് അവള് ചെയ്തു വെച്ചത് കണ്ടില്ലേ, താലി താഴെ പോകാനേ കാരണക്കാരി ആരാ, അതെ അത് നയനയാ. അപ്പോഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു, പിന്നെ അതിന് കാരണക്കാരി ഏടത്തിയൊന്നുമല്ല, ഏടത്തിനെ ആരും കുറ്റം പറയുമൊന്നും വേണ്ട. അപ്പോഴത്തേക്കും അനാമിക ചോദിച്ചു, അതെന്താ എനിക്ക് ഇത്ര ഉറപ്പ്, ഏടത്തി അല്ല അതിന് കാരണമെന്ന്, അതോ ഇനിയിപ്പം അനി കാരണമാണോ, അനി താലി മുറുക്ക കെട്ടിയില്ല അതുകൊണ്ടാണോ താലി അഴിഞ്ഞു പോയത്, അത് പിന്നെ എന്റെ ഭാഗത്തെ കുഴപ്പം തന്നെയാ, അത് വെറുതെ നയനേടത്തിയുടെ ഭാഗത്തെ കുഴപ്പമായിട്ട് ഇടണ്ട. അപ്പം ജാനകി പറഞ്ഞു, എന്തിനാടാ വെറുതെ അവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, നീ കെട്ടിയത് മുറുകെ അല്ലെങ്കിൽ അത് മുറുക്ക കെട്ടുകയായിരുന്നല്ലോ അവളുടെ ജോലി, എന്നിട്ടും അത് എന്തുകൊണ്ട് അഴിഞ്ഞു വീണു, അത് നീ എന്താ ചിന്തിക്കാത്തത്. അപ്പൊ നമ്മുടെ അനാമിക പറഞ്ഞു, അനി കെട്ടിയ കെട്ടേ ആ നയന എന്ന് പറയുന്ന അവളെ അഴിച്ചതാ മോളെ, അങ്ങനെ അഴിച്ചെന്ന് കരുതി നിങ്ങളുടെ ബന്ധത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, എല്ലാം മുകളിലിരുന്ന ഒരാൾ കാണുന്നുണ്ട്, ഞാനും അങ്ങനെയാ കരുതിയേക്കുന്നത് അമ്മേ, എങ്കിലും അവരുടെ മനസ്സിൽ ഇത്രയും വിഷമമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അനി പറഞ്ഞു, ദേ അനാമിക നീ കാര്യം അറിയാതെ സംസാരിക്കരുത്. അപ്പൊ നമ്മുടെ ജാനകി പറഞ്ഞു, ദേ കാര്യം അറിഞ്ഞിട്ട് തന്നെയാ അവള് സംസാരിക്കുന്നത്, താലി അഴിയുന്ന നേരത്തെ മുൻകൂട്ടി അറിയാം, അതുകൊണ്ടാ അവര് രണ്ടുപേരും കൂടി ഇവിടുന്ന് മുങ്ങിയത്. അമ്മേ അങ്ങനെയൊന്നും പറയരുത്, അവരങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ തക്കതായ ഒരു കാരണം ഉണ്ടാകും. അല്ല അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നെങ്കിൽ അനി അവർക്ക് പറഞ്ഞിട്ട് പൊക്കൂടെ. മോളെ ഇത് തന്നെയാ ഇവളുടെ സ്വഭാവം, ഇവന്റെ സ്വഭാവം, ഇവനെ എന്തിനും ഏതിനും ഏട്ടനെ ഇങ്ങനെ അംഗീകരിച്ചും ഏട്ടനെ ഇങ്ങനെ പൊക്കിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇപ്പം നയനെ ഇപ്പൊ ഇവനെ ഭയങ്കര പൊക്കി പൊക്കി പറയുന്നുണ്ട്, ഇവന്റെ മനസ്സൊക്കെ മാറ്റി വെച്ചേക്ക ആ നയന എന്ന് പറയുന്ന ആ പിശാചം. അപ്പോഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞു, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അതിനു മുമ്പ് കുടുംബകലകം ഉണ്ടാക്കാനുള്ള കാര്യമാണോ അമ്മ ഇവളോട് പറഞ്ഞു കൊടുക്കുന്നത്. അതെ അനി അമ്മ പറഞ്ഞു തന്നില്ലെങ്കിലും എനിക്കിതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട്. പിന്നെ എന്നെ തട്ടിക്കൊണ്ട് പോയില്ലേ കുറച്ചു പേര്, അത് ഇവരാണോ എന്ന് എനിക്ക് ഒരു ചെറിയ സംശയമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞു, എനിക്ക് തോന്നുന്നതേ നിനക്ക് ഭ്രാന്താണെന്നാ. അതെ അവര് നിന്നെ രക്ഷിക്കുമല്ല അനാമിക ചെയ്തത്, നന്ദുവും നയനേടത്തി ഇല്ലായിരുന്നെങ്കിൽ നീ ഇപ്പം ആരുടെ അടുത്തായിരുന്നു, നിനക്കിപ്പോ ഈ വിവാഹം നടക്കുകയായിരുന്നോ. അതെ അതൊക്കെ അവരുടെ തന്ത്രമാണെന്ന് അനി എനിക്ക് തോന്നുന്നത്, ഇതൊക്കെ അവരുടെ വലിയ വലിയ തന്ത്രം തന്നെയാ. അനിയത്തിയും ചേടത്തിയും ഒക്കെ ഉണ്ടല്ലോ, അത്രയ്ക്ക് നിസ്സാരക്കാരല്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴേക്ക് നമ്മുടെ ജാനകി പറഞ്ഞു, നിനക്ക് ബുദ്ധിയില്ലെങ്കിലും അനി മോൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് അവൾമാര് ഗുണ്ടകളെ വെച്ച് കളിച്ചതാ, അവസാനം പിടിക്കപ്പെടും എന്നായപ്പോ മറ്റൊരു നാടകം കളിച്ചതാ. അതെ അങ്ങനെ ജീവിതത്തിൽ അഭിനയിക്കുന്നവരല്ല നന്ദു നയനേടത്തി. നവ്യേടത്തി അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം, പ്രശ്നമില്ല. പക്ഷെ ഒരിക്കലും നയനേടത്തിയും നന്ദുവിനെയും അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അങ്ങനെയല്ല അവരുടെ സ്വഭാവം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എന്നോട് ഇനി ഈ വക കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ആരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ദേഷ്യത്തിൽ അങ്ങ് പോയിട്ടോ. ദേഷ്യത്തിൽ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, ദേ കണ്ടില്ലേ അവന്റെ സ്വഭാവം മാറിയത്, ഇനി പിടിച്ചു കെട്ടേണ്ടത് മോളാ. അതെനിക്കറിയാമേ, പക്ഷെ അമ്മയും കൂടെ നിൽക്കണം. എനിക്ക് ഇപ്പൊ തന്നെ ഭയങ്കര ടെൻഷനുണ്ട്. നയനേടത്തിയുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നാളെ എന്തൊക്കെയാ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. മോളെ ഞാൻ മാത്രമല്ല ഏടത്തിയും വീട്ടിലുള്ള മറ്റുള്ളവരും എല്ലാവരും മോളുടെ പക്ഷത്ത് തന്നെയാ. അതുകൊണ്ട് മോൾ ആരെയും പേടിക്കണ്ട. മോളാ ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ മരുമകള്. അവൾ എന്തെങ്കിലും പറഞ്ഞാൽ മുഖത്ത് നോക്കി പറയാനുള്ള തന്റെ ഇടം മോക്ക് ഉണ്ടാകണം. ഇനിതേ മോൾ അന്യൊന്നുമല്ല, ആ വീട്ടിലെ ഒരു കുടുംബാംഗം തന്നെയാ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജാനകി അങ്ങ് പോയി. നമ്മുടെ നയനെ രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണ് ആ കുടുംബം രണ്ടാക്കി മൂന്നാക്കി പിരിക്കേണ്ടതെന്ന് നന്നായിട്ട് അനാമികയ്ക്ക് അറിയാം. അപ്പൊ അനാമികയോട് ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ അനാമികനെ ഇങ്ങനെ സൂം ചെയ്ത് ഇങ്ങനെ കാണിക്കാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് ഈ സമയത്ത് കല്യാണ മണ്ഡപത്തിലേക്ക് നമ്മുടെ അനി ആദർശം വരികയാണ് കേട്ടോ. അങ്ങനെ അവര് കാറിൽ നിന്ന് വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ അനാമികയല്ല സോറി നയന പറയുന്നുണ്ട്,
നടന്ന കാര്യമൊന്നും പറയരുത് കേട്ടോ ആദർശേട്ടാന്ന് പറയുമ്പോൾ അത് നീ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലും ഞാനത് പറയാനൊന്നും പോകുന്നില്ല. അത് പറയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് തന്നെയല്ലേ നാണക്കേട്. പിന്നെ എല്ലാം നീ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കണം. ആരും ഒന്നും അറിയാൻ പാടില്ല. നമുക്ക് അകത്തേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് നയനയും കൂടെ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അകത്തേക്ക് കയറി ചെല്ലുമ്പോ തന്നെ എല്ലാവരും ശ്രദ്ധിക്കൂലോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ആദർശിന്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താ പറ്റിയത്? എന്താ നിങ്ങൾ താലികെട്ടിനിടയിൽ ഇറങ്ങിപ്പോയത്? നിങ്ങൾ എന്തിനാ ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്? അത് പിന്നെ ഞങ്ങൾക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. നന്ദുവിന് തലചുറ്റലുണ്ടായി. അയ്യോ അതെപ്പം? അത് അത്യാവശ്യത്തിന് എന്തോ പുറത്തിറങ്ങിയപ്പോഴാ തലചുറ്റി വീണത്. അവളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ട്രിപ്പൊക്കെ കൊടുത്തു. എന്നിട്ടിപ്പം മോൾക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല അച്ഛാ. മോൾക്ക് അവിടെ നിൽക്കണമെങ്കിൽ നിന്നൂടായിരുന്നോ? അവളിപ്പോ ഓക്കെ ആയതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. രണ്ടുപേരെയും ഇടയ്ക്ക് നയനയുടെ അച്ഛനും അമ്മയൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അല്ല മോന് ഈ വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ? അല്ല ഇവിടെ ഒരു സന്തോഷ വാർത്ത നടക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സങ്കട വാർത്ത ഇവിടെ അറിയിക്കണ്ടല്ല എന്ന് ഓർത്തിട്ടാ പറയാതിരുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ അനാമികയുടെ അച്ഛൻ ചോദിച്ചത്, അല്ല നന്ദുവിന് പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം എന്താ? അല്ല എന്തെങ്കിലും പ്രോബ്ലം ആ കൊച്ചിനുണ്ടോ? ഒരു പ്രോബ്ലവും ഇല്ല, അവൾക്ക് കുറച്ച് BP കുറഞ്ഞു പോയതാന്നാ ഡോക്ടർ പറഞ്ഞ, വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശ നയനെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവാണ്. അപ്പോഴേക്കും ഇതെല്ലാം അനിയുടെ അച്ഛൻ കേട്ടായിരുന്നു. അപ്പൊ അച്ഛൻ അറിയാലോ നന്ദുവും അനിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന്. അതുകൊണ്ട് ആദർശിനെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, എന്താ പറ്റിയത് മോനെ, എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പം എനിക്കൊന്നും അറിയില്ല ചെറിയച്ചാ, പിന്നെ അറിയാലോ അവർ രണ്ടുപേരും അടുപ്പത്തിലാണെന്ന്. അത് ഞാൻ ഇന്നലെ അറിയുന്നത്. മോനെ അവരെ ഒന്നിപ്പിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വലിയ വഴക്കുണ്ടാവില്ലേ? അല്ല എങ്കിലും സ്നേഹിക്കുന്നവരെ വേർപിരിക്കുന്നേക്കാൾ നല്ലത് ഒന്നിപ്പിക്കുന്നതല്ലേ അല്ലായിരുന്നോ ചെറിയച്ച? ഇനിയിപ്പോൾ അത്ര സെന്റിമെന്റ്സ് ഒന്നും പാടില്ല. കല്യാണം കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയാണ്. നിനക്കറിയാലോ അച്ഛനായ ഞാനല്ല എൻ്റെ മോൻ്റെ വഴികാട്ടി നീയാണ്. അതുകൊണ്ട് നീ അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇനിയിപ്പോൾ അനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നീ വേണം പറഞ്ഞു മനസ്സിലാക്കാൻ. അനിയും അനാമികയും നന്ദുവിന്റെ പേര് പറഞ്ഞ് ഇനി വഴക്കുണ്ടാക്കാൻ പാടില്ല. നിന്റെ ഇളയമ്മയോട് അവരടുപ്പത്തിലാണെന്ന് പറഞ്ഞതും ആരാ? അനാമികയ. അങ്ങനെ ഒരു സംശയത്തോടു കൂടിയാണ് അനിയുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നത്. അത് അവരുടെ ജീവിതത്തിൽ അകൽച്ച ഉണ്ടാകും. ഒന്നാമത് അനിക്ക് 2 കല്യാണം ഉണ്ടെന്നൊരു പറച്ചിലുണ്ട്. അതിന് നമ്മളായിട്ടൊരു കാരണം ഉണ്ടാക്കാൻ പാടില്ല മോനെ എന്നിങ്ങനെ ആദർശനോട് പറഞ്ഞിട്ട് അയാൾ അങ്ങ് പോയി കേട്ടോ. നമ്മുടെ അനിയുടെ അച്ഛനങ്ങ് പോയി. അങ്ങനെ ആദർശ് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നവ്യം കനകദുർഗ ഇങ്ങനെ ഇവരെ കാണാത്തോണ്ട് ഇങ്ങനെ പിടച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കാണ് നയന കയറി വരുന്നത്. അപ്പൊ നയന കയറി വന്ന ഉടനെ തന്നെ എവിടെ പോയതായിരുന്നു മോളെ നീ എന്താ ഒരു വാക്കും പറയാതെ ആദർശ് മോനെയും കൂട്ടിക്കൊണ്ട് പോയതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ എന്തിനാ മോള് പോയത്? നമ്മുടെ നന്ദു ഒരു കടുങ്കൈ ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ കനകദുർഗയുടെ ജീവൻ പോയിട്ടോ. കനകദുർഗ പറഞ്ഞു, എന്താ മോളെ ഞാൻ ഈ കേൾക്കണത്? അവള് നല്ല മനക്കരുത്തുള്ള കുട്ടിയല്ലായിരുന്നു. അവൾക്ക് പിന്നെ ഇതെന്താ സംഭവിച്ചത്? എന്റെ മോക്ക് വേറെ എന്തെങ്കിലും ഒരു പ്രശ്നവും ഇല്ലമ്മേ, അവൾക്കിപ്പം വേറെ പ്രശ്നമൊന്നുമില്ല. അവളുടെ ബോധം തെളിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഏത് ഹോസ്പിറ്റലിലാണ് എൻ്റെ മോളുള്ളത്? എനിക്കിപ്പോൾ മോളെ കാണണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങി. ഇപ്പം അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നത്, വേറെ ആരും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ ഗോവിന്ദൻ വരികയാണ്. ഗോവിന്ദൻ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദനോടും കാര്യം പറഞ്ഞപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, എൻ്റെ ഈശ്വരൻ ഞാൻ എന്തൊക്കെ ഈ കേൾക്കണത്? അത് പിന്നെ അച്ഛാ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ കനകദുർഗ പറഞ്ഞു, ബാ ഗോവിന്ദേട്ടൻ നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകാം, എനിക്ക് എൻ്റെ മോളെ ഇപ്പൊ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് ഇവര് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ചോദിച്ചു, നയനെ സത്യമാണല്ലോ, അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എൻ്റെ മോള് അയ്യോ അവൾക്ക് അത്രമാത്രം അനിയനെ ഇഷ്ടമായിരുന്നത് കൊണ്ടായിരിക്കാമല്ലോ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവൾ അങ്ങനെയല്ല പറഞ്ഞത്. അവൾ പറഞ്ഞത് അനിയുടെയും അനാമികയുടെയും ജീവിതത്തിനിടയിൽ ഒരു കല്ലുകടിയായി തീരാൻ പാടില്ല അവള്, അതുകൊണ്ട് ആ ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്നാ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ട്. അതുകൊണ്ടാ നയനെ, അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നീ വെറുതെ പറയല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല നവ്യേച്ചി. ഏതായാലും നവ്യേച്ചി ഇനിയിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ഇത് ആരുടെയും ചെവിയിലെത്തി അത് പിന്നെ വലിയൊരു പ്രശ്നമായി തീരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നയനെ അങ്ങ് പോവാണ്. അങ്ങനെ നയന നേരെ ചെല്ലുന്നത് അനാമികയുടെയും ദേവയാനിയുടെയും ജലജയുടെയും ഒക്കെ മുമ്പിലാണ്. ജാനകി ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ നയനയല്ല കേട്ടോ, അനാമികനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പം നയനേനെ കണ്ടതും നമ്മുടെ ജലജ നയനയുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെയാണ് കേട്ടോ നയന കയറി ചെല്ലുന്നത്. നയനെ വന്നത് ദേവയാനി ചോദിച്ചു, നീ എവിടെയാടി ആദർശനെയും കൂട്ടി പോയത്? അത് പിന്നെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയതാ അമ്മേ. എന്തിനാ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ പോയത്? അച്ഛൻ എന്തെങ്കിലും? മുത്തശ്ശന് കുഴപ്പമൊന്നുമില്ല,
പിന്നെ പിന്നെ ആർക്കാ ഇവിടെ കുഴപ്പം? അത് പിന്നെ നന്ദു ഒന്ന് തല ചുറ്റി വീണോന്ന് പറഞ്ഞു. ഇത് കേട്ടോ നമ്മുടെ ജാനകി ഒന്ന് ഞെട്ടി കേട്ടോ. ജാനകിക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് ജാനകി ഞെട്ടും. എന്നിട്ട് നമ്മുടെ നയന് പറഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയതെന്ന് പറഞ്ഞു. അപ്പൊ ജലജ പറഞ്ഞു പിന്നെ ദേ അടുത്ത കള്ളത്തിന്റെ കെട്ടഴിക്കുന്നു. അല്ല, ഞാൻ കള്ളം പറഞ്ഞല്ല, നന്ദി ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ആ, അവളെ ഇവിടെയൊന്നും കണ്ടില്ലല്ലോ, പിന്നെ എപ്പോഴാണ് അവള് തല ചുറ്റി വീണത് എന്ന് ജാനകി ചോദിച്ചു. അത് പിന്നെ അവള് പുറത്തുണ്ടായിരുന്നു, പുറത്ത് വെച്ച അവള് തല ചുറ്റി വീണത്. അപ്പോഴത്തേക്ക് നമ്മുടെ അനാമിക മനസ്സിലിങ്ങനെ വിചാരിക്കുക, അനിയുടെ കഴുത്തില് അനി എൻ്റെ കഴുത്തില് താലി കെട്ടുന്നത് കണ്ടപ്പോഴത്തേക്കും അവള് തല കറങ്ങി വീഴാനാ ചാൻസ് കൂടുതൽ. ഇനി അവൾക്ക് തലകറക്കം വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനാമികയുടെ അമ്മ ചോദിച്ചു, എന്നിട്ട് അനിയത്തിക്ക് ഇപ്പം എങ്ങനെയുണ്ട് മോളെ? കുഴപ്പമൊന്നുമില്ല ആൻറ്റി, ഒബ്സർവേഷനിൽ ഇട്ടേക്കുക എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ അനാമിക മനസ്സിൽ വിചാരിക്കുക, ചടങ്ങ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് അറ്റാക്ക് വന്ന് കാണും, അവളുടെ നെഞ്ചിലെ ചങ്കിടിപ്പ് അങ്ങ് നിലക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞില്ല, മനസ്സിൽ വിചാരിച്ചു. അപ്പം ദേവയാനി പറഞ്ഞു അതിന് നിനക്ക് തന്നെ പോയാൽ പോരായിരുന്നോ? നീ എന്തിനാ ആദർശനെ വിളിച്ചോണ്ട് പോയത്? ഈ സമയത്ത് ആദർശ് ഇവിടെ വേണ്ടായിരുന്നോ? അത് പിന്നെ ഞാൻ ആദർശനോട് വരണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ സംഭവം അറിഞ്ഞപ്പം എനിക്ക് ആദർശേട്ടനെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റിയില്ല. ആദർശേട്ടൻ നിർബന്ധം പിടിച്ചു വരാന്. എന്നിട്ട് അവനെവിടെ? ആദർശേട്ടൻ പുറത്തുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു അതെ, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാൻ അവനും ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ദേവയാനി മോനെ കാണാൻ വേണ്ടി അങ്ങ് പോയി. അപ്പൊ നമ്മുടെ ജലജ പറഞ്ഞു അപ്പോഴേ താലികെട്ട് കഴിഞ്ഞേ ഇവിടെ പെൺകുട്ടി വലം വെച്ചപ്പം വേറൊരു സംഭവം ഉണ്ടായി, അത് വല്ലതും അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പം നമ്മുടെ അനകി പറഞ്ഞു നീ എന്തിനാ ഹനി കെട്ടിയ താലി അത് ഇറുക്കാൻ പോയത്? അത് ഇറുക്കാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, നീ അത് കെട്ടിക്കൂടൽ ഇറുക്കണ്ടായിരുന്നല്ലോ, അത് നീ ലൂസാക്കിയല്ലേടി വിട്ടതെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് അനാമികയുടെ അമ്മ പറഞ്ഞത് അതെ, നയനെ കെട്ടിയ ആ താലി ഉണ്ടല്ലോ, ആ താലി കല്യാണ സമയത്ത് അതായത് വലം വെച്ചപ്പം അഴിഞ്ഞു വീണുന്ന്. ഇത് കേട്ടതും നമ്മുടെ നയനെ ഒന്നും ഞെട്ടിട്ടോ. അപ്പൊ ജലജ പറഞ്ഞു അതെ, അതും മനഃപൂർവ്വം ഇവള് ചെയ്തതാ, ഇവള് അത് അഴിച്ചു വെച്ചിട്ട് ഇവിടുന്ന് മുങ്ങിയതാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നയന് പറഞ്ഞു ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പച്ചി, അറിയാത്തതും കേൾക്കാത്തതുമായ കാര്യം പറയരുത് അപ്പച്ചി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു നീ ഒന്നും പറയണ്ടടി, നിനക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ നീയാ ഇത് ചെയ്തത്. അത് പിന്നെ എന്റെ പൊന്ന് ചെറിയമ്മ, എനിക്ക് തർക്കിക്കാൻ വയ്യ, അതുകൊണ്ട് ഞാൻ പറയാ എന്റെ ഭാഗത്ത് ശരി മാത്രമേ ഉള്ളൂ, തെറ്റില്ല, അതുകൊണ്ട് എനിക്ക് എവിടെയും ചൂളന്റെ കാര്യമൊന്നുമില്ല. ആഹാ, നീ വലിയ സാമർത്ഥ്യക്കാരിയാണല്ലോടി. അതെ, സാമർത്ഥ്യം ഉണ്ട് എനിക്ക്, അത് കാണിക്കേണ്ട അടുത്ത് ഞാൻ കാണിക്കുകയും ചെയ്യും. പിന്നെ താലി അഴിഞ്ഞു വീണെന്ന് പറഞ്ഞ് അത് എന്റെ തലയിൽ കൊണ്ട് വെക്കല്, അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ അനാമികയുടെ അമ്മ ചോദിച്ചത് അല്ല പിന്നെ എങ്ങനെയാ അത് അഴിഞ്ഞു വീണത്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല, അതെങ്ങനെയാ അഴിഞ്ഞു വീണതെന്ന് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്ത് അറിയാൻ നോക്കാം, അല്ലാതെ എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങ് പോയി. അപ്പോഴത്തേക്കും ജലജ പറഞ്ഞു പിന്നെ ഇതൊക്കെ അവൾക്ക് അറിയാം, അവള് മനഃപൂർവ്വം ചെയ്തതാ ഈ ബന്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി. അപ്പം ജാനകി പറഞ്ഞു അവൾ എത്ര ശ്രമിച്ചാലും ഈ ബന്ധം അവസാനിപ്പിക്കാൻ പോകുന്നില്ല, അവളുടെ അമ്മായിയമ്മ പോലും സ്വന്തം മരുമകളായിട്ട് കണ്ടിട്ടില്ല, മോളെ സ്വന്തം മരുമകളായിട്ട് കാണുന്നത്, അതുകൊണ്ട് എന്റെ മോള് അത് മനസ്സിൽ വെച്ചോ, ഇവൾക്ക് ആരും ഒരു സ്ഥാനവും കൊടുക്കൂല. അപ്പോഴത്തേക്കാണ് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നത് മിക്കവാറും വീട്ടിനകത്ത് കൂട്ടത്തൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതിനു വേണ്ടി ഇനി കാത്തിരിക്കാൻ. ഏതായാലും ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാതെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.